പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ജിമെയിൽ അക്കൗണ്ട് പല ആളുകളുടെയും ഫുള്ളെന്നായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾക്ക് 15 GB വരെ ഫ്രീ ഉള്ളതൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് എന്നൊരു ഓപ്ഷനായിരിക്കും കാണുന്നത്. നമ്മൾ ക്ലിയർ സ്പേസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്. ഉണ്ട് ഇതുപോലെ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ പുതിയ 59 രൂപ 60 രൂപയും 150 രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ 30 ദിവസത്തേക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമാണ് വരുന്നത്. ഇങ്ങനെ പല ആളുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിലുകൾ വരാതെ, കാരണം മെയിൽ ഓൾറെഡി ജിമെയിൽ ഫുള്ളായതുകൊണ്ട് നമുക്ക് പുതിയ മെയിലുകളൊന്നും വരുന്നില്ല. വരാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റോറേജ് ഫുള്ളാകുന്നത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൂടുതലും പഴയ രീതിയിലല്ല, നമുക്ക് ഈ വാട്സപ്പിൻ്റെ ബാക്കപ്പൊക്കെ നമ്മുടെ ഈ ഒരു സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്നത്. ഈ ഗൂഗിൾ നമുക്ക് തരുന്ന ഈ 15 GB അത് ഗൂഗിൾ ഫോട്ടോസ് എല്ലാം ഉൾപ്പെടുന്നത്. ഇതെല്ലാം കൂടെ ജിമെയിൽ അടക്കമുള്ള ഫുള്ള്, അതായത് ബാക്കിയുള്ള നമ്മൾ ഗൂഗിളിൽ ചെയ്യുന്ന സെർച്ച് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മെമ്മറിക്കുള്ളിലാണ് വരുന്നത്. ഇത് നമുക്ക് കുറേ ഏരിയയിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കുറേ നമുക്ക് സ്പേസ് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ജിമെയിലൊക്കെ ലഭിക്കുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത കുറച്ച് മെയിലുകളൊക്കെ ഒഴിവാക്കാനായിട്ട് പുതിയൊരു ഓപ്ഷൻ നമുക്ക് ജിമെയിലിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റിലെ നമുക്ക് എന്താണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്, എങ്ങനെ നമുക്ക് ജിമെയിൽ ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. ജിമെയിൽ ക്ലിയർ ചെയ്താൽ നമുക്ക് ജിമെയിലോട്ടുള്ള ഒരു ഇൻബോക്സിൽ വരുന്ന മെസ്സേജുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ടും ഇൻബോക്സിൽ പുതിയ മെസ്സേജുകൾ ലഭിക്കാനായിട്ട് നമുക്ക് സഹായിക്കും. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഫുള്ളായതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള മെയിലുകളോ മെസ്സേജുകളോ ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. ഇതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ ഫോട്ടോസിലും കുറച്ച് ഒഴിവാക്കാനുണ്ട്. എങ്കിലാണ് നമുക്ക് കുറച്ചധികം സ്പേസ് ഇതിനകത്ത് കിട്ടത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിൽ 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാനേജ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ പുതിയതായിട്ട് എനേബിൾ ആയിരിക്കുന്നതാണ്. നിങ്ങളിത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇവിടെ ന്യൂന്നും കൂടെ വന്നിട്ടുണ്ടാവും. ഞാനിത് 1-2 തവണ ഓപ്പൺ ചെയ്തതിനകത്തുനിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ജിമെയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ വരുന്ന കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഏതാണോ ആ ഒരു സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു ആ മെയിലിൻ്റെ പ്രൊഫൈലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ഒരെണ്ണമാണുള്ളത്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെലക്റ്റഡ് എന്ന് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് മുകളിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോന്ന് ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ എടുത്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് എണ്ണം വരുന്നതൊക്കെ ഉണ്ട്. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വരുന്നതുണ്ട്. ഇവിടെ ഫുൾ ഓളായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ സെലക്ട് ഓൾ എന്ന് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ ഇത് ഡിലീറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതുപോലെ നമ്മൾ അടുത്തത് ഇത് ഒരു 50 എണ്ണത്തിൽ 48 എണ്ണം അല്ല 50 എണ്ണത്തിൽ കൂടുതൽ സെലക്ട് ആകില്ല. അപ്പോൾ നിങ്ങൾ കുറേ പ്രാവശ്യം ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയണം. നിങ്ങൾ ഒറ്റപോലെ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നമുക്കിവിടെ കാണാം സ്പാമിനകത്ത് 24 മെസ്സേജുകൾ ഇവിടെ വന്നിട്ടുണ്ട്. MT സ്പാം നൗ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് സ്പാമിനകത്തുള്ളത് മൊത്തം MT ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ബിൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഡിലീറ്റ് ചെയ്ത ഐറ്റം ഇതിനകത്ത് വന്ന് കിടപ്പുണ്ടല്ലോ, അതും ഇതുപോലെ എടുത്ത് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഇൻബോക്സ് എടുത്തിട്ട് ഇൻബോക്സിൽ നിന്ന് തന്നെ നമുക്ക് കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ ഇങ്ങനെ കുറേ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് സ്പാമിലോട്ട് ഇടാൻ പറ്റും. സ്പാമിനകത്ത് ഓൾ മെസ്സേജിനകത്ത് കുറേ വന്നിട്ടുണ്ട്. ഓൾ മെസ്സേജ് എടുത്തിട്ട് വീണ്ടും ലോങ് പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കുറേ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് അതിലൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തത് ഇതിനകത്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് 50 എണ്ണം വരെ സെലക്ട് ആവും. അത് നിങ്ങളിവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഉണ്ട്, ഇത് ഇപ്പോൾ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇപ്പം നമ്മൾ ഈ ഡിലീറ്റ് ചെയ്യുന്നത് ബിന്നും പറഞ്ഞിട്ട് വന്ന് കിടപ്പുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ആവശ്യമുള്ളത് റിക്കവർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തിരിച്ച് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളിതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അൺഇൻസ്റ്റാൾ ആൾ കൊടുക്കുക.
ഇങ്ങനെ ഇത് കുറേ സെലക്ട് ചെയ്യണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇത് നമുക്ക് മൊത്തം കളയാൻ പറ്റുള്ളൂ. ഇത് ഫുള്ളിങ്ങനെ ഇനി എംപ്റ്റി ചെയ്യുക, ബാക്ക് പോവുക. ഇനി കൊണ്ടോ ഇനിയിപ്പോൾ മെയിലുകൾ വന്നിരിക്കുന്നത് വളരെ കുറവ് മാത്രമാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് വരുന്ന ഇൻബോക്സിൽ വരുന്ന മെയിലുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇനി നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് 1-2 എണ്ണം കൂടെ കളയാനുണ്ട്. ഈ നമ്മുടെ പ്രൊഫൈൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ സ്പേസ് എന്ന് പറയുന്നൊരു ഭാഗം കാണും, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ്, അതുപോലെ തന്നെ ജിമെയിൽ, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ്, 3 ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോസിൽ നമുക്ക് വലിയ ഫയലുകൾ ഇവിടെ നമുക്ക് കാണാം, വലിയ ഫയലുകൾ ഇങ്ങനെ കാണിക്കും. ഈ ഫയലുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഓൾ സെലക്ട് ചെയ്യുക. ഓൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ആവശ്യമുള്ളതിൽ നിന്ന് ആ ടിക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒഴിവാക്കാം. ഇതുപോലെ ആവശ്യമുള്ള ഫോട്ടോസിൻ്റെയൊക്കെ ടിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒഴിവാക്കി കളയാം. എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നോർമലി മൊത്തം ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം കൂടെ കിടപ്പുണ്ട്, അതും ഇതുപോലെ എടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതുകൊണ്ട് ആകെ 1 MB മാത്രമേ ഉള്ളൂ. ഇനി നമ്മളൊന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചിത് കണ്ടോ, നിങ്ങൾക്കിപ്പം 15 GB എന്നുള്ളത് ഇവിടെ 1 GB അടുത്ത് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജിമെയിലും ഒക്കെ വരുന്നതിനുള്ള ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും. ജിമെയിൽ ഓൾറെഡി നമുക്ക് കുറച്ച് സ്പേസ് ജിമെയിലിലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പേസുകളൊക്കെ ഫുള്ളായിരിക്കുന്നവർക്ക്, ജിമെയിലൊക്കെ വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജിമെയിലൊക്കെ കിട്ടാനായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല എപ്പിസോഡ് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ, സീ യു.